തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ പഞ്ചായത്തിലുണ്ടായ മഴക്കെടുതികളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് നാശനഷ്ടങ്ങളും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് വെള്ളം കയറിയ പല സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ കുട്ടികളുടെ സ്കൂളിൻ്റെ കാര്യമാണ് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. കാരണം ഇത്രയും ഒരു അപകടാവസ്ഥ അറിഞ്ഞുകൊണ്ട് മാത്രമല്ല, റെഡ് അലർട്ടാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ. നല്ല മഴ വരുന്ന എല്ലാം ജാഗ്രതരായിട്ടിരിക്കണം എന്നെല്ലാം അറിയിച്ച ജില്ലാ ഭരണകൂടം ഇന്ന് സ്കൂളുകൾക്ക് അവധി കൊടുക്കാണ്ടിരുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം ഇന്ന് ഇത്രയും അപകടാവസ്ഥയിൽ ഉണ്ടാവും എന്നറിഞ്ഞിട്ട് പോലും ജില്ലയിൽ കളക്ടർ കുട്ടികൾക്ക് അവധി പ്രഖ്യാപിക്കാതിരുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. അത് എന്താ പറയുക, ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ, മക്കളെല്ലാം സേഫായിട്ട് വീടുകളിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ ഈ പുത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള മഴക്കെടുതികളിലേക്ക് കടക്കാം. പുത്തൂർ പഞ്ചായത്തിൽ മാന്നാമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. മാന്നാമംഗലത്ത് സെൻറ്റ് മേരീസ് യാക്കോബ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത്. ഇത് പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഈ റോഡാണ്. ഇപ്പോൾ ഈ ആ ബൈക്ക് നിൽക്കുന്ന സ്ഥലം ഓട്ടോറിക്ഷ വരുന്നുണ്ട്. അത്രയും ഇതായിട്ടുള്ള റോഡാണ്. ആ റോഡിലത്തെ ഒരു അവസ്ഥയാണ് കേട്ടത്. നല്ല പോലെ കുത്തൊഴുക്കും കാര്യങ്ങളുമായിട്ട് വെള്ളം മേളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് തുടങ്ങിയ മഴയുടെ ഒരു പ്രഭാവമാണ് ഈ സംഭവം. അപ്പോൾ വളരെ ഭീകരാവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള സംഭവിക്കുന്നത് കേട്ടോ. ഇത് മാന്നാമംഗലം ഭാഗത്തൊരു വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കരഭൂമി തന്നെയാണിത്. വീട്ടിൽ ആൾക്കാരുണ്ടോ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ജനലൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരുവിധം വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയിലാണ് കാണാനുള്ളത്. മാന്നാമംഗലത്ത് പാറയ്ക്കൽ പൗലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീടാണിത് കേട്ടോ. ഇത് പുത്തൂർ പഞ്ചായത്തിൽ വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ആട്ടുപാലത്തിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇത് ചിറയാണ്. ഈ ചിറ കംപ്ലീറ്റ് നിറഞ്ഞ് ഇത് നമുക്ക് കാണാം. ഇതിൽ കൂടെ പുറത്തേക്കൂടെ റോട്ടിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. ഈ പറമ്പ് കംപ്ലീറ്റ് പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചിറ നിറഞ്ഞ് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് വെള്ളത്തിൽ മുങ്ങുന്നൊരവസ്ഥയാണ്. ബസ്സിൻ്റെ വീലിൻ്റെ മേളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുള്ളൊരവസ്ഥയാണ്. ബസ്സൊക്കെ വെള്ളത്തിൽ മുങ്ങി ആകെ തവിട്ട് പൊടിയായിട്ടാണ് പോണത്. ഇത് പുത്തൂർ പഞ്ചായത്തിൽ വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വെട്ടുകാട് ഉദയനഗർ കണ്ട ബോർഡ്, ആ സ്ഥലത്താണ് നമ്മളിന്നുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു വീടിൻ്റെ മതിൽ ഗേറ്റിൻ്റെ കാല് മതിലടക്കം ഇടിഞ്ഞ് വീണൊരവസ്ഥയിൽ നമുക്ക് കാണാം. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ എത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളത്. വീടിൻ്റെ മതിൽ ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ ഈ തോടിൻ്റെ സൈഡിലായിരുന്നു വെള്ളം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വീടിൻ്റെ മതിൽ അത്രയും ഇടിഞ്ഞു പോയത്. കണ്ട കാലടക്കം പോയൊരവസ്ഥയാണ്. മതിൽ ഫുള്ളായിട്ട് ഇടിഞ്ഞിട്ട് ഈ വെള്ളം മുഴുവൻ എന്താ ഈ വീടിൻ്റെ മുറ്റത്തിൽ കൂടെയാണ് ഒഴുകി പോകുന്നത് കേട്ടോ. എന്താ പറയുക, വളരെ കഷ്ടപ്പാടും ദുരിതമാണ് ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ. പണ്ടൊന്നും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ മഴേനെ നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല. എന്താ കാരണം എന്നുണ്ടെങ്കിൽ അത്രയും ഹെവി മഴ, അൺപ്രഡിക്റ്റബിളാണ്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് മഴ വന്നിട്ടുള്ളത്. കണ്ട വെട്ടുകാടുള്ള പുളിഞ്ചോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഭയാനക അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയണത്. എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ ഇതൊക്കെ ഒരു പറമ്പാണ്. ഇതേ ആ ദൂരെ കാണുന്ന വീട്ടിൽ നമുക്ക് അറിയാം അവിടെ എന്തായാലും വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. അത്രയും ഭീകരാവസ്ഥയാണ് കേട്ടോ ഇവിടെ. കണ്ടോ ആ വീടിൻ്റെ മതിൽ ഫുള്ളായിട്ട് മുങ്ങിക്കഴിഞ്ഞു. ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം പോയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നടക്കാൻ വരെ പേടിയോ, അതുപോലെ ഫോഴ്സാണ് കേട്ടോ ഇവിടെ വെള്ളത്തിന്. അത്രയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. റോഡ് കവിഞ്ഞ് പോണ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ അവിടെ നമുക്കൊരു ഫാമും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നിന്ന് ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ പറമ്പിലോട്ട് പോയിട്ടുള്ളൊരു അവസ്ഥയാണ് അത്. കണ്ടോ, ഇത് റോട്ടിൽ കൂടെയാണ് ഇത്രയധികം വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്തൊരു സ്ഥലം പുത്തൂർ പഞ്ചായത്തിലെ മറ്റൊരു സ്ഥലത്താണ്. ഇത് കരിമ്പനച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എട്ടാങ്കല്ലാണ് മെയിൻ സ്ഥലം പറയാം. ഇപ്പോൾ നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് റോട്ടിൽ കൂടെയാണ്. ഇതിൻ്റെ തൊട്ടടുത്തിൽ കൂടെയാണ് തോടൊഴുകണത്. അപ്പോൾ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നേരെ തോട്ടിലേക്ക് വീഴുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വരാണ്ടായൊരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വീടിൻ്റെ മതിൽ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകാണെന്നാണ് പറഞ്ഞു കേട്ടത്. അതിൻ്റെ അവസ്ഥയൊന്ന് പ്രഷറിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇത് റോഡാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാല് വരെ സ്ലിപ്പായിട്ട് വയ്യ. അത്രയും ഫോഴ്സിലാണ് ഇവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ,
കാല് നമുക്ക് കറക്റ്റ് കാല് വെച്ചിട്ട് പോകാൻ തന്നെ നമുക്ക് പേടിയാവും. സ്ലാബ് വെച്ചുണ്ടായിട്ടുള്ള മതിൽ ഇതൊക്കെ ചെരിഞ്ഞ് നിൽക്കണം. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് താഴെ വീഴാട്ടോ. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ മതിലൊക്കെ നിൽക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റ് മിനി ഉണ്ണികൃഷ്ണൻ അടങ്ങുന്ന സംഘം ഇവിടെ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് PL ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാളുടെ വീടാണിത്. ആളുടെ മതിലാണ് ഫുള്ളായിട്ട് ഇടിഞ്ഞ് പോയിട്ടുള്ളത് കേട്ടോ. ഫുള്ള് ഇടിഞ്ഞ് താഴ്ത്തേക്ക് പോയിട്ടുണ്ട്. ആ വെള്ളം മുഴുവൻ ആളുടെ മുറ്റത്തേക്കും തോടിലേക്കും അപ്പുറത്തെ പറമ്പുകളിലേക്കും പോയ ഒരവസ്ഥയാണ് നമുക്ക് കാണാം. പുത്തൂർ പഞ്ചായത്ത് അധികൃതരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് മിനി ഉണ്ണികൃഷ്ണൻ അടങ്ങുന്ന സംഘം ഇത്രയും ദുഷ്ടകമായ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇവരിവിടെ വന്നിട്ട് ജനങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവരൊന്നും എന്താ പറയുക, മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽ അടച്ചുകൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമല്ല നമുക്കിവിടെ കാണണം. ഇവരും ജനങ്ങളെപ്പോലെ തന്നെ ജനങ്ങളുടെ അപകടാവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് വരുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ എട്ടങ്കല്ല് തന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് വെള്ളം കയറിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് കാണാം ഇതിൻ്റെ ഇറയൊക്കെ കംപ്ലീറ്റ് മുങ്ങി കിടക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം ഈ വീട് സന്ദർശിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് വെള്ളം കയറിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടോ. കണ്ടോ ഇവിടെ ഫുള്ള് ഇവരുടെ ബെഡ്റൂമിലടക്കം വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് കേട്ടോ. ഞാൻ 5:30 എനിക്ക് നോക്കുമ്പോഴാണ് ഇവിടെ വെള്ളം കാണുന്നത്. രാവിലെ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. എന്തെങ്കിലും നാശനഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചായിരുന്നു? വീട്ടു സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? കൊല്ലത്തിൽ 2 തവണ ഉണ്ടാവും. ഇപ്പൊ ഈ മഴ നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് കിട്ടി. പ്രളയത്തിൽ ഇത്ര വെള്ളം കയറിയിട്ടില്ല. ഇപ്പൊ ഒന്നും കൂടി വെള്ളം കൂടുതലാണ് വന്നത്. ഓ ശരി. 2018 പോലും നമുക്ക് ഇത്രയും വെള്ളത്തിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അതിനും ദുഷ്കരമായ ഒരു സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ബാബുവേട്ടൻ്റെ വീട്ടിൽ പഞ്ചായത്ത് അംഗങ്ങളും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സാറേ, ഈ റോഡെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ചാലായിരുന്നു. അതെ അതെ, ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഓക്കെ. അപ്പൊ ഈ ചാല് നെയ്യത്തിലാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ഭൂമിയിൽ നിന്ന് കുറച്ചെടുത്ത് ചെറിയ ചാലാക്കി. ഈ ചാല് താത്തയോ പഞ്ചായത്ത് ഈ വഴി ഒന്നും നോക്കുകയാണ് ചെയ്യണല്ലേ. അപ്പൊ ഈ ചാല് ചെറുതായതും ഇതിനൊരു അത് കാരണമാണ്. 10 അടി ചാലുള്ളത് അത് കുറഞ്ഞിരിക്കുകയാണ്. വീതി കുറഞ്ഞു. ആ വെള്ളമാണ് ഇതിൽ കൂടെ പോകേണ്ടത്. ഓ ശരി. എനിക്കൊക്കെ ഓർമ്മയ്ക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ പോകാൻ പറ്റില്ല. ഇത് പാടായിരുന്നു. അതെ അതെ അതെ. അല്ല, ഈ ഭാഗം മുഴുവൻ പാടായിരുന്നു. വെള്ളപ്പൊക്കത്തോടെ ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ചേട്ടന് ഇപ്പൊ പറയാനുള്ളത് നമ്മുടെ തോടുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെ സൗകര്യം വേണമെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ തന്നെ ഈ വെള്ളത്തിന്റെ ദുഷ്കരമായ പുറമ്പോക്ക് വല്ലവരും കൈ കയറിയുണ്ടോ, അത് ചാല് എവിടെ കൈ കയറിയുണ്ടോ, ആ ചാല് പൊളിച്ചുകൊണ്ട് വെള്ളം പോകാനുള്ള സൗകര്യം ചെയ്തു തരണം പഞ്ചായത്ത് ചെയ്തു തരണം. എന്തായാലും ഒന്ന് ആധികാരികമായിട്ട് പഞ്ചായത്തിനെ ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പഞ്ചായത്തിന് അത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അപ്പോൾ ചേട്ടന് ഉണ്ടായ വിഷമത്തിന് പഞ്ചായത്ത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു തരും എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ. അതേ ഇവിടെ കണ്ട വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം ഇവിടുത്തെ സ്നേഹമതിലിൻ്റെ സ്ലാബുകൾ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് പോയ ഒരവസ്ഥയാണ്. 2 സ്ലാബുകളും ഇവിടെ പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇപ്പോഴും വെള്ളം ഫോഴ്സ് കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും നല്ല രീതിയിൽ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം ഇവിടുത്തെ പൊതുജനങ്ങൾ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ തോട് കയ്യേറി റോഡ് പണിതു എന്നുള്ളതാണ്. തോടിൻ്റെ വീതി കൂട്ടാതെ റോഡ് പണിതു എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. അപ്പോൾ അത് കാര്യങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ പഞ്ചായത്ത് അധികൃതർ വിശദമായ പരിശോധനയോടെ അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം ഇവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നേരിട്ട് അറിയുന്നതിന് ഈ മഴയത്ത് ഈ വെള്ളത്തിലൂടെയാണ് അവർ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ജനങ്ങളുടെ ഇത്രയും ഒരു ദുരവസ്ഥയിൽ എത്തിച്ച് ഈ മഴ കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾക്കും മറ്റും ഉള്ളൊരു നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് വിലയിരുത്തി അതിനുവേണ്ട നടപടിക്രമങ്ങൾ നടപ്പിലാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്.